ഹലോ ഗായ്സ്. എൻ്റെ മുത്ത് നേരം വെളുത്ത് കഴിഞ്ഞ് എന്തായാലും മൂത്രം ഒഴിക്കാൻ പോകാൻ വേണ്ടിയുള്ള തിരക്കിലാണ്. അപ്പം ഇതാ നോക്കിക്കോ, വാതിൽ തുറക്കാൻ എങ്ങനെയെങ്കിലും തുറക്കണം. വാതിൽ തുറന്ന് അവന് പുറത്തോട്ട് ഓടി മൂത്രം ഒഴിക്കാനുള്ള ആ ഒരു തിരക്ക് കൂട്ടൽ. വാതിൽ തുറക്കാൻ എങ്ങനെ തുറക്കണത്? അതാ തുറന്നോ? അതാ ഓടാൻ നിൽക്കണവൻ. അപ്പോൾ ഓടണ ഓട്ടത്തിൽ നമ്മളെ അടുത്ത് നമ്മളെ പുഷ്പ പുറത്താണല്ലോ കിടക്കുക. ഇനി പുറത്ത് ബെഡ് വിരിച്ചിട്ട് കൊടുക്കും. അവനാണെങ്കിൽ അവൻ്റെ ബെഡിനെല്ലാം അലങ്കോലപ്പെടുത്തി വെച്ചിട്ടുണ്ട്. കാണിക്കാതിരിക്കണതാണ് നല്ലത്. ഉറക്കെഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അത് ശരിയാക്കണം. അവനോട് യാത്ര ചോദിച്ച് മൂത്രമൊഴിക്കാൻ വേണ്ടി പോകും. എന്നിട്ട് തിരിച്ച് വന്ന് ഇവനെ മൂത്രമൊഴിപ്പിച്ച് തിരിച്ച് വന്നിട്ട് വേണം അവനെ മൂത്രമൊഴിപ്പിക്കാൻ കൊണ്ടുപോകാൻ. ഇത് നേരെ വെളുത്ത് കഴിഞ്ഞ് ഇതന്നെ ഡ്യൂട്ടി. ഇതേപോലെ വൈകുന്നേരം ഉച്ചക്ക് എല്ലാം ഒന്ന് ഇടയ്ക്കിടയ്ക്ക് പുറത്തോട്ട് കൊണ്ടുപോയാൽ പിന്നെ അകത്തൊന്നും എവിടെയൊന്നും ചെയ്യില്ല. അപ്പോൾ അവനങ്ങനെ മൂത്രമൊഴിക്കാൻ പോവാണ്. യാത്ര ചോദിച്ചു അപ്പോൾ ഒരു ഇങ്ങോട്ട് പോടാ. വെയിറ്റ് ചെയ്യാൻ പറയടാ, വരുന്നുണ്ട് ഒരു. തിരക്കിട്ട് ഓടുകയാണ്. ഓട്ടത്തിൽ ആരെങ്കിലും എല്ലാം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ മൂത്രം മുട്ടിച്ച് നിന്നതിനെ കൊണ്ടാട്ടാ. അവൻ്റെ ഫ്രണ്ട്സെല്ലാം ഉണ്ട് കേട്ടോ അവിടെ അടുത്ത്. ഒരാളിത് അവിടെ കിടക്കണ്. ഇങ്ങനെ എന്നിട്ട് കറക്കും. ഇതവിടെ കുറേ നേരം ഒരു ലേശം മൂത്രമൊഴിക്കണതിന് ഇങ്ങനെ കറങ്ങും. കറങ്ങി അവിടെ ഒഴിച്ച് വിറ്റാണ് അവരെ കൊണ്ട്. അങ്ങനെ അടുത്ത വെറുതെ ഒന്നിങ്ങനെ നടക്കും. കുറച്ച് സമയം വരെ എന്നെ കറക്കും. രണ്ടുപേരും ഇത് അവിടെ കിടന്നുറങ്ങണുണ്ട്. ഈ ചെടീൻ്റെ അവിടെ എല്ലാം ഒന്ന് സ്മെല്ല് ചെയ്ത് അങ്ങനെ അടുത്ത തയ്യാറെടുപ്പിന് നോക്കും. അപ്പിടൊന്നൊന്നുമില്ല, ചില സമയത്തേ ഇടുള്ളൂ. വെറുതെ കളിക്കുകയാണ് ഇങ്ങനെ. ടിക്കു മൂത്രം ഒഴിക്കുകയാണോ? ഒഴിച്ചോ, കുഴപ്പമില്ല. അതൊന്നും പോയി സ്മെല്ല് ചെയ്യണ്ട. ടിക്കുട്ടാ, പിന്നെ പുറത്ത് വന്ന് മൂത്രം ഒഴിക്കാനും ഓരോന്ന് ഭയങ്കര ഇഷ്ടമാണ്. പുറത്തോട്ട് ഓടി വരണം. അകത്ത് അവന് തീരെ നിവൃത്തിയില്ലെങ്കിൽ ഒരു ബാത്റൂമിൻ്റെ ഒരു സൈഡിൽ ചെറുതിലെ ശീലിപ്പിച്ചതാണത്. അവിടെ പോയി മൂത്രമൊഴിക്കും. ഞാനത് മോഫ് വെച്ചിട്ട് തുടച്ച് എടുത്തു കൊണ്ടുപോകും. അവന് തന്നെ ഒരു മോഫും സാധനങ്ങളെല്ലാം ഉണ്ട്. വാ കയറിക്കോ, തള്ളിയിടല്ലേ എന്നെ. വാ നടക്ക് ഇങ്ങോട്ട് നേരെ. നേരെ നടന്ന് കഴിഞ്ഞാൽ ഒന്ന് റോഡ് കാണിച്ചു കൊടുക്കണം. ഈ റോഡ് കാണിച്ചു കൊടുക്കൽ വൈകുന്നേരം ഉണ്ടായിരുന്നു എല്ലാ ദിവസവും അവിടെ പോയി. പക്ഷേ ഇപ്പം ഞാൻ ചെയ്യാറില്ല. പനി പിടിച്ച് അവനും ജലദോഷം പിടിച്ച്
തണുത്ത കാറ്റടിക്കുന്നുണ്ട്. അതാണ്. എന്താ തിരക്കെന്ന് പറയാം. റോട്ടിൽ വണ്ടി പോണത് കാണാൻ വേണ്ടിയാണ് ഈ ഓടണത്. ഇവിടെ എല്ലാം നിന്നോട് സ്മെല്ല് ചെയ്യാൻ പറഞ്ഞോ? കല്ലെല്ലാം വന്നിട്ട് കരാറ് തന്ന പോലെ കല്ലെല്ലാം വന്ന് സ്മെല്ല് ചെയ്യണേ. ടിക്കു, ടിക്കുട്ടാ, ടിക്കുട്ടാ, ടിക്കുപ്പെണ്ണേ, ടിക്കുപ്പെണ്ണോയ്, ഇനി ഇവിടെ വന്നൊന്ന് സ്മെല്ല് ചെയ്ത് അവിടെ ഒരു ഇച്ചിരി മൂത്രണ്ട് ചോദിച്ചു. അങ്ങനെല്ലാം ആണ്. തണുത്ത കാറ്റടിക്കണുണ്ടടാ. പോകാം നമുക്ക് തിരിച്ച്. ഈ റോട്ടിലത്തെ കാഴ്ച കണ്ട് നിൽക്കണം നിങ്ങൾക്ക്. വണ്ടിയെല്ലാം പോകുന്നത് കാണണം അല്ലേ? കുറച്ച് സമയം ഇങ്ങനെ വണ്ടി പോണത് നോക്കി നിന്ന് എല്ലാം കണ്ടതിൻ്റെ ശേഷം അങ്ങോട്ട് തിരിച്ച് വരുവോളൂ വിളിച്ചാൽ. പോകാം. നിനക്ക് ജലദോഷം പിടിച്ചതാണ്. തണുത്ത കാറ്റടിക്കുന്നുണ്ട്. വാ വാ പോകാം. തിരിച്ചു പോ, തിരിച്ചു പോ. വീട്ടിലോട്ട് പോ. വാ, അടുത്ത പുഷ്പ വെയിറ്റ് ചെയ്യണ്ട്. വാ, കുറച്ച് കഴിഞ്ഞിട്ട് വരാം. അത് പോട്ടെ, വാവ പോട്ടെ. നടക്കണോ നമുക്ക്? ഈവനിങ് വാക്കാരാ. നമുക്ക് അപ്പം നടന്നാൽ പോരെ? അപ്പോൾ ഗൈസ്, ഇവന് ഇപ്പോഴൊന്നും വീട്ടിൽ കയറണ പോലെ ഇല്ല. ലേശം നേരം അവൻ എന്നെ കറക്കും ഇവിടെ ഇട്ടിട്ട്. അവൻ ഈ അടുത്ത വീഡിയോയിൽ കാണാം എൻ്റെ കാര്യങ്ങൾ.